ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പതിവ് പോലുള്ള ഡേ മൈ ലൈഫും പിന്നെ പണിക്കാർ വന്ന കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യാതെ കണ്ടുപിളേ. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടും ഈ വീട്ടിലുള്ള വീഡിയോസൊക്കെ. അപ്പോൾ ഈ പിന്നീട് നമ്മളെ വീടും ഒന്നും മിക്സ് ചെയ്യാതെ ഇരിക്കാൻ ഇപ്പത്തെ നമ്മളെ ഈ വീഡിയോസൊക്കെ വിടാതെ അങ്ങോട്ട് കണ്ടോളിട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനെ ഇനിയിപ്പോൾ ഈ വീടില്ലാതാവുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള സങ്കടമുണ്ട് എന്ന്. അപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടേനി, പിന്നെ എന്തിനാ പുതിയ വീട് കിട്ടിയത്, ഈ വീട്ടിൽ തന്നെ അങ്ങോട്ട് ജീവിച്ച് പോയാൽ പോരെ എനിക്ക് എന്നുള്ളത്. പക്ഷേ ഈ വീട്ടിൽ നല്ല മനസ്സമാധാനമുണ്ട്, നല്ല സന്തോഷമുണ്ട്, പിന്നെ അതിൻ്റെതായിട്ടുള്ള കുറവുകളുമുണ്ട്. അപ്പോൾ അത് നികത്താൻ നമുക്ക് എന്തായാലും പുതിയ വീട് കെട്ടണം, അത് നിർബന്ധമാണ്. പക്ഷേ ഈ വീടെന്തോ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളിലേക്കാൾ സന്തോഷം തന്നതുകൊണ്ടായി ഇക്കാര്യം ഈ വീടില്ലാതെ ആവുന്നു എന്നറിയുമ്പോൾ ഉള്ളൊരു ആ ഒരു സങ്കടം അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അല്ലാതെ എനിക്ക് പുതിയ വീട് വേണ്ട, എനിക്ക് പഴയ വീട് തന്നെയാണ് വേണ്ടത് എന്നല്ല അതുകൊണ്ടുള്ള അർത്ഥം. നമുക്ക് എന്തോ ഒരുപാട് സന്തോഷങ്ങൾ തരുമ്പോൾ അത് നമ്മളിൽ നിന്ന് ഇല്ലാതെയാവുമ്പോഴുള്ളൊരു സങ്കടം ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും എന്തെങ്കിലും വസ്തുക്കളാണെങ്കിലും ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പം അതേപോലെ ആണ് ഇതും. അതാ അവിടെ കട്ടിൽമേ അജു ഇവിടെയാണ്. അജു അല്ല, കാക്കുതാ ഇവിടെ, കാക്കുതാ ഇവിടെ കടന്നുറങ്ങി. നിങ്ങളതിൻ്റെ അടുത്ത് ശ്രദ്ധിച്ചോന്നറിയില്ല, സിനിമോനെ കരഞ്ഞലമ്പാക്കിയാണ് കേട്ടോ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. ഓന് ചെറുതായിട്ടൊരു പനിയൊക്കെയായിരുന്നു, 2 ദിവസമായി പനിയൊക്കെ തുടങ്ങിയിട്ട്. അപ്പം മരുന്നിനൊക്കെ പോയിട്ടുണ്ടേന് ഇന്നലെ. അപ്പം ഇന്ന് എന്നാലും പനിയൊന്നും വിട്ടെങ്കിലും ആ ഒരു കുറുമ്പിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് അപ്പോഴിപ്പോഴൊക്കെയാണ് ഇതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇത്തിരി സമയം ഒന്ന് കണ്ണു മാളിയിട്ടുണ്ടേനെ. അപ്പം ഞാൻ വേഗം രാവിലെ തന്നെ പോയിട്ട് അലക്കിയിട്ടിട്ടുണ്ടേനി. ഇന്നിപ്പോൾ വയറിങ്ങിൻ്റെ പണിക്കാർ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഓല് വന്നാൽ പിന്നെ എൻ്റെ പണികളൊന്നും നടക്കൂല. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ. ആ മരം ഒക്കെ മരത്തിൻ്റെ കൊമ്പൊക്കെ പൊട്ടി വീണ് തിരുമ്പണ കല്ലിൻ്റെ അവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ അലക്കൽ കഴിഞ്ഞാൽ അതൊരു സമാധാനമാണല്ലോ. എന്താ വർത്താനം? എന്താ വർത്താനം എന്നോട് പറഞ്ഞ അമ്നോ അമ്നോ അമ്നോ. ഞങ്ങൾക്ക് പിന്നെ ഇടയ്ക്കൊരു നല്ല കുട്ടിയായി ഒരു 10 മിനിറ്റ് ഇരിക്കും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു പാട്ട് കച്ചേരി നടത്തും, വീണ്ടും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം പോകുന്നത് കേട്ടോ. ഭയങ്കര കുറുമ്പുള്ള ഒരു ദിവസമാണ്. പിന്നെ ചില സമയത്ത് ഒക്കത്തുനിന്ന് ഇറങ്ങുന്നില്ല, ഞാൻ ഒക്കത്തും വെച്ച് അങ്ങനെ ഇരിക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു 11:30 ആയിട്ടാണ് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇനി വേഗം ചോറിനുള്ള അരിയൊക്കെ ഇട്ട് വേണം ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം ഞാനിന്ന് മീൻകാരൻ വന്നപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പാത്രങ്ങളൊന്നും കഴുകലൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇന്നത്തെ സിസ്റ്റമൊക്കെ മാറി മറിഞ്ഞുകൊണ്ടാണ്. കാരണം ഓനിങ്ങനെ അലമ്പാക്കുന്നത് കൊണ്ട് ഓൻ്റെ ഓരോ ഇതിനനുസരിച്ചിട്ടാണ് ഓരോരോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മത്തിമീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് മുളകിടണം, പിന്നെ ഉപ്പേരിയും ഒക്കെ ഒന്ന് ഞാൻ ചടപടേന്നങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങിയിട്ടുണ്ടേന്. അപ്പം ഇനി വേഗം പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് മൊത്തത്തിൽ വലിച്ചിട്ടിക്കണ്, എല്ലാതും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കട്ടെ കേട്ടോ. ഓൾക്ക് വയ്യാതായാൽ പിന്നെ നമ്മളെ പണികളൊക്കെ ഇങ്ങനെയാണല്ലോ, കരുതിയ സമയത്ത് ഒന്നും നടക്കൂല. നമ്മളെന്തെങ്കിലുമൊക്കെ വിചാരിക്കുന്ന നേരത്തെ പോലെ ഭയങ്കര കരച്ചിലായി ബഹളായി അങ്ങനെയൊക്കെ ഇരിക്കാറ്. അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചും കൂടി ഇടാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും സമയം ഒരു 2 മണി 3 മണിയൊക്കെ ആകണ ഒരു സമയമായിരിക്കണം കേട്ടോ. ഏകദേശം 3 മണിയൊക്കെ ആകുന്ന സമയത്താണ് ഇപ്പോൾ ഈ അടിച്ചു വാരലൊക്കെ നടക്കുന്നത്.
അപ്പം ഇനി വേഗം ഒന്ന് അടിച്ചു വാരി അതിന് ഞാൻ പ്ലാസ്റ്റിക്കുകളാണ് കേട്ടോ ഒരു വേഗം എടുത്തു കൊണ്ടുപോയത്. പ്ലാസ്റ്റിക്കുകൾ ഞാൻ പിന്നെ പഞ്ചായത്തുകാർക്ക് എല്ലാ മാസവും വേണം പ്ലാസ്റ്റിക്. അപ്പോൾ ഒഴുക്കില്ലത് ഇങ്ങനെ ഒരു കൂട്ടിയേക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പേപ്പർ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അങ്ങോട്ട് കത്തിച്ച് കളയും കേട്ടോ. ഇലകളൊക്കെ കൂട്ടി കത്തിക്കണ കൂട്ടത്തിൽ അങ്ങോട്ട് പേപ്പറും അങ്ങനെയുള്ളതൊക്കെ കത്തിച്ച് കളയും. അങ്ങനെ അടിച്ചു വാരൽ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ജനമോൻ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിയമോളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 3:30 ആയിക്കണേ. ഇനിയിപ്പോൾ എൻ്റെ തൊടയും പുള്ളിയൊക്കെ കഴിഞ്ഞ് പണിക്കാർക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് സമയം ഒരുപാട് വൈകും. അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം ഓൽക്കുള്ള ചായയും കടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓല കാര്യം കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് തൊടയും പുള്ളിയൊക്കെ നടത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് തേങ്ങ വെള്ളമൊക്കെ കൊണ്ടൊക്കെ പണിയെടുക്കുകയും കേട്ടോ. സിനിമോനും നിയമോളൊക്കെ ഞാൻ വേഗം അവലൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് പിന്നെ ചായയിലൊക്കെ ഒന്ന് മധുരട്ട് ഇനി പണിക്കാർക്ക് ചായ കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അവൽ നനച്ചതൊക്കെ ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ട് നിയമോക്കും സിനിമോനും കഴിക്കാനും കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അതാണ് ഓലെ ഈ സമയത്ത് കാണാത്തത്. അപ്പോൾ അവിടെ മുന്നിലിങ്ങനെ ഇരുന്ന് അവിടെ കുറച്ച് പന്തളിക്കുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഓല് നിയമോൾ അതോന് വാരി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ഇവിടെ നിന്ന് തുടച്ച് ഇടണം കേട്ടോ. അകം തുടച്ചിട്ടില്ലേനും. അപ്പം ഇന്നിപ്പോൾ സിനിമോൻ അലമ്പായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒക്കെ നേരം വീട്ടിയത്. അപ്പം ഇനി വേഗം തുടച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇന്നത്തെ ഏകദേശം ഡ്യൂട്ടികളൊക്കെ കഴിയും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിയൊക്കെ വന്ന് പാസ്സാക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വയറിങ്ങിൻ്റെ പണിക്കാരുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇന്നലെ ഉണ്ടായിന് കേട്ടോ. അപ്പം 2 ദിവസത്തെ പണിയാണ് 2 ആൾ അതിനുണ്ടായിരുന്നത്. ഇവിടെ അതങ്ങനെ കുറേ മുടി കോതിട്ടിയമാതിരി കുറേ വയറുകളും കാര്യങ്ങളൊക്കെ സെറ്റപ്പൊക്കെ ആക്കിയിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഇന്നലെ വയറൊക്കെ വലിക്കലും അങ്ങനെയൊക്കെയാണ് പണി. ഇന്നിപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ അതൊക്കെ ഇങ്ങനെ ശരിയാക്കിയൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ പണികൾ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറേ വയറുകളൊക്കെ പച്ച മഞ്ഞ ചുമപ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരി മഴവില്ലഴകി വിരിഞ്ഞിങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കും. ഒരുവിധ സ്ഥലത്തൊക്കെ സ്വിച്ച് ബോർഡൊക്കെ ശരിയാക്കിയിരിക്കണം കേട്ടോ. അപ്പം എൻ്റെ വയറിങ്ങിൻ്റെ പണി കഴിയാണ്ട് പ്ലംബിങ്ങിൻ്റെ പണി കഴിയാനുണ്ട്. സിങ്കിൻ്റെ പൈപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ ശരിയാക്കാനൊക്കെ ഇനിയും പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ പിന്നെ ഒരാൾ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ആ കൂട്ടത്തോടെ കഴിയും കേട്ടോ. പിന്നെ ലൈറ്റിൻ്റെ ഇതുകളൊക്കെ ഓട്ടയൊക്കെ തുറന്ന് അങ്ങനെയൊക്കെ ശരിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഹോളൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടേനി. അപ്പോൾ ഇന്നലത്തെ പണി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിനി. പക്ഷേ അപ്പോഴത്തേനും വരെ മഴയൊക്കെ ആയി പിന്നെ വീഡിയോ എടുക്കാനൊന്നും പോകാൻ കൂടിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ രാവിലെ പണിക്കാർ വരുമല്ലോ, വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഞാൻ പോയി വെക്കലൊന്നുമില്ല, എല്ലാതും കഴിഞ്ഞിട്ട് പോയി വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ ഒന്ന് വരികയെന്ന് പറഞ്ഞിട്ട് കുറേ സമയം അതിനെ വിളിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ സോപ്പ് കൊണ്ട് ഒരു കളിയുണ്ട്. അപ്പോൾ ഒരു ബബിള് ഊതി കളിക്കണം കേട്ടോ. ഇതിന് മോനും കുടിക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഇവരിപ്പോൾ എന്തേന്നു മണ്ണിലെന്തോ കളിച്ചങ്ങാണ്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കൈ കഴുകാൻ വന്നപ്പോൾ ആ ഹാൻഡ് വാഷ് എടുത്തിട്ട് അത് പതപ്പിച്ചപ്പോൾ ബബിള് വന്ന് പിന്നെ അയിമ്പ് അങ്ങോട്ട് കൂടിയിട്ട് ഒരു 1.5 മണിക്കൂർ പിന്നെ ആ ബബിൾ ഉണ്ടാക്കി കളിച്ചാൽ ഇനി വല്ല പണി. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വരി പറഞ്ഞിട്ട് ഇങ്ങനെ തൊരി കിടത്തിയപ്പോൾ ഞാനത് വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒന്നൊന്ന് കൊടുത്ത പൊട്ടിച്ച മതി 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 അതുപോലെ ഓരോ ബബിൾ ഉണ്ടാക്കി സിനിമോന്റെ കയ്യിൽ വെച്ചു കൊടുക്കുക. സിനിമോനൊക്കെ പിടിച്ചിട്ടും തൊട്ടിട്ടും അതൊക്കെ എൻജോയ് ചെയ്യാണ് കേട്ടോ. ഓൻ്റെ മുഖത്തെ ആ ഒരു ഭാവം കണ്ടാൽ തന്നെ അറിയാൻ ഭയങ്കര സന്തോഷമായിരിക്കണം കേട്ടോ അവന്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.